എൻ്റെ പേര് രാഗി, ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന് വരുന്നു. ആദ്യമേ തന്നെ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 നവംബർ 7-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രണ്ടാമത് പ്രസവിച്ച് കുഞ്ഞ് മരിച്ചു പോയി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഹോസ്പിറ്റലിലൊക്കെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർമാർ പറഞ്ഞ് എൻ്റെ ബ്ലഡിൽ ICT പോസിറ്റീവാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്കൊരു കുട്ടി ഉള്ളത് കൊണ്ട് ഇനി പ്രഗ്നൻ്റ് ആവാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് അതിയായ ആഗ്രഹമായിരുന്നു. മറ്റേ കുട്ടിയെ ഒന്ന് കാണാനോ എടുക്കാനോ പറ്റാത്തത് കൊണ്ടും ഒരു കുഞ്ഞും കൂടി വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ എൻ്റെ ICT പോസിറ്റീവായി നിന്നതുകൊണ്ട് ഒരു ഡോക്ടർമാരും ഞങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചില്ല, ഒരു കുട്ടിയും കൂടെ ഉള്ളതുകൊണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. ഉടമ്പടി എടുത്ത് 90 ദിവസം കഴിഞ്ഞ് ഞാൻ ICT ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് നെഗറ്റീവായി. ജൂലൈയിൽ ഞാൻ പ്രഗ്നൻ്റായി. പ്രഗ്നൻസി ടൈമിൽ ഡോക്ടർമാർ കോംപ്ലിക്കേഷനൊക്കെ പറഞ്ഞായിരുന്നു. 7-ാം മാസത്തിൽ കുഞ്ഞിനെ സിസേറിയൻ ചെയ്ത് പുറത്തെടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ നല്ലതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എനിക്കൊരു 8 മാസമെങ്കിലും ആക്കി തരണേ എന്നും പറഞ്ഞ്. പക്ഷേ മാതാവ് 8.5 മാസം പൂർത്തിയാക്കി 2 കിലോ കൂടുതൽ വെയിറ്റുമുള്ള ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ വിതരണം ചെയ്യുകയും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പ്രഗ്നൻ്റ് ആയപ്പം മുതൽ അത് പറ്റാത്തത് കൊണ്ട് ഗൂഗിൾ പേ വഴി സുഖമില്ലാത്തവർക്ക് പൈസ സെൻഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ ഉപ്പും തൈലവും എല്ലാ ദിവസവും വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഉപ്പ് കഴിക്കുമായിരുന്നു. പിന്നെ ചൊവ്വാഴ്ചകളിലെ ആരാധനകളൊക്കെ കൂടുമായിരുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും കൂടുമായിരുന്നു. പിന്നെ സാക്ഷ്യങ്ങളൊക്കെ ഒരുപാട് കേൾക്കുമായിരുന്നു. എനിക്ക് കൂടുതലും സാക്ഷ്യം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ കിട്ടിയത് കേൾക്കാനായിരുന്നു ഒരുപാട് സന്തോഷം. എനിക്ക് അത് കേൾക്കുമ്പോഴായിരുന്നു പ്രഗ്നൻസി ടൈമിലൊക്കെ ടെൻഷൻ വരുമ്പോഴൊക്കെ ഞാൻ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ശക്തി തന്നെ കിട്ടുമായിരുന്നു. എല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. രാഖി എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം ചേർന്ന് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച കുഞ്ഞിനെ പ്രതി നന്ദിപൂർവ്വം അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ജീവിതം എപ്പോഴാണോ ദുരന്തങ്ങൾ കൊണ്ട് നിറഞ്ഞു വരിക, നമുക്ക് തന്നെ കൂട്ടിയാൽ കൂടാത്ത വിധമുള്ള പ്രശ്നങ്ങൾ വരിക, പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാവാത്ത വിധം ജീവിതാവസ്ഥകൾ മാറുക, മരുന്നിന് ഒന്നും ചെയ്യാനാവാത്ത വിധം ശാരീരിക അവസ്ഥകൾ മാറുക, ആ സാഹചര്യങ്ങളിൽ അസാധ്യമെന്ന് കരുതുന്ന ഏതൊരു സാഹചര്യത്തിലും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയും വിശ്വസ്തയോടുകൂടി ജീവിതത്തെ ക്രമീകരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവികമായ അനുഗ്രഹം ലഭിക്കുന്നത് കാണുവാനാവും. അതിൻ്റെ ഉറച്ച സാക്ഷ്യമാണ് ഈ മക്കൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ ദൈവാനുഭവത്തിനും ഈ കുഞ്ഞിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.